വരെ നമ്മൾ ഇന്നിപ്പോ നമ്മൾ ചർച്ച ചെയ്ത ഒരു പ്രതിരോധ മേഖലയിൽ നിന്നുള്ള വാർത്തയിലേക്കാണ്. തുടർച്ചയായി ഉണ്ടാകുന്ന അപകടങ്ങൾക്ക് പിന്നാലെ ഇന്ത്യൻ വ്യോമസേനയുടെ തദ്ദേശീയ യുദ്ധവിമാനമായ തേജസിനെ നിലത്തിറക്കിയിരിക്കുന്നു. വ്യോമസേന തേജസിനെ നിലത്തിറക്കി. തേജസ് യുദ്ധവിമാനം, അതായത് ഇന്ത്യ സ്വയം വികസിപ്പിച്ചെടുത്ത തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റ് ആണ് നമ്മുടെ ഈ തേജസ് യുദ്ധവിമാനം. ഇതിന്റെ സാങ്കേതിക പരിശോധനകളുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ വ്യോമസേന ഈ വിമാനങ്ങളെയൊക്കെയും നിലത്തിറക്കിയിരിക്കുന്നത്. ഏകദേശം 30 തേജസ് വിമാനങ്ങളെയാണ് ഈ നിലവിലെ സാങ്കേതിക പ്രശ്നങ്ങളെ തുടർന്ന് നിലത്തിറക്കിയിരിക്കുന്നത്. വ്യോമസേന 30 വിമാനങ്ങളെയോളം നിലത്തിറക്കിയിട്ടുണ്ട്. ഇതിന്റെ ഒരു സിംഗിൾ സീറ്റ് യുദ്ധവിമാനമാണ് തേജസ് എന്ന് പറയുന്നത്. ഫെബ്രുവരി 7-ാം തീയതിയാണ് തേജസ് വിമാനത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു അപകടം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഒരു മുൻനിര വ്യോമതാവളത്തിൽ പരിശീലന പറക്കലിന് ശേഷം തിരിച്ചിറക്കുന്നതിനിടെ തേജസ് റൺവേയിൽ നിന്നും തെന്നി മാറുകയായിരുന്നു. അതിന്റെ ബ്രേക്ക് തകരാറിലായതാണ് അപകട കാരണമെന്നാണ് സംശയിക്കുന്നത്. ഈ അപകടത്തെ തുടർന്നാണ് ഇന്ത്യൻ വ്യോമസേന തങ്ങളുടെ പക്കലുള്ള ഏകദേശം 30 സിംഗിൾ സീറ്റ് തേജസ് വിമാനങ്ങൾ സാങ്കേതിക പരിശോധനയ്ക്ക് വേണ്ടി താൽക്കാലികമായി നിലത്തിറക്കിയിരിക്കുന്നത്. ഈ വിമാനത്തിന്റെ എയർ ഫ്രെയിമിന് കേടുപാടുകൾ സംഭവിച്ചതായി പറയപ്പെടുന്നുണ്ട്. മാത്രവുമല്ല, അപകടത്തിനിടയിൽ വിമാനത്തിന്റെ പൈലറ്റ് സുരക്ഷിതമായി പുറത്തേക്ക് ചാടിയെന്നും പറയപ്പെടുന്നുണ്ട്. പരിശീലന പറക്കൽ നടത്തിയ ശേഷം വിമാനം ബേസിലേക്ക് മടങ്ങുകയായിരുന്നു എന്നാണ് റിപ്പോർട്ടുകളിലുള്ളത്. തേജസ് ജെറ്റുകൾ ഉൾപ്പെട്ട 3ാമത്തെ അപകടമായിരുന്നു നമ്മൾ ഈ കണ്ടത്. ഫെബ്രുവരിയിൽ കണ്ടത് അങ്ങനത്തെ ആയിരുന്നു. ഇതിന്റെ ആദ്യത്തെ ഒരു അപകടം ഉണ്ടാകുന്നത് 2024 അന്ന് 2024 മാർച്ച് മാസത്തിൽ ജയ്സാൽമറിനടുത്തായിരുന്നു. അന്ന് ആ വിമാനം തകർന്നു വീഴുകയായിരുന്നു. പിന്നാലെ 2025 നവംബറിൽ നടന്ന ദുബായ് എയർ ഷോയിലൊക്കെ സംഭവിച്ചത് നമ്മൾ കണ്ടതാണ്. അവിടെ വ്യോമ പ്രദർശനത്തിനിടയിൽ ഒരു തേജസ് ജെറ്റ് തകർന്നു വീണു. അന്ന് പൈലറ്റ് കൊല്ലപ്പെടുകയും ചെയ്തു. അത് ആഗോളതലത്തിൽ തന്നെ വലിയ ചർച്ചകൾക്കും ഒക്കെയും വഴിവെച്ചതാണ്. കാരണം ഇന്ത്യയുടെ പ്രൈഡായിട്ട് എല്ലായിടത്തും അവതരിപ്പിക്കുന്ന ഒന്നാണ് നമ്മുടെ ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റ് ആയ തേജസിനെ. അപ്പം ആ ദുബായ് എയർ ഷോ പോലുള്ള വലിയൊരു എയർ ഷോയ്ക്കിടയിൽ അങ്ങനെ ഒരു അപകടം ഉണ്ടാവുകയും ഒരു പൈലറ്റിന് ജീവൻ നഷ്ടപ്പെട്ട സാഹചര്യം എല്ലാവരും ചർച്ച ചെയ്തിരുന്ന ഒന്നാണ്. 2015 തേജസ് ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റ് ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമായിട്ട് വരുന്നത്. 2021 തേജസ് MKAയുടെ 83 വിമാനങ്ങൾ നൽകാൻ 48,000 കോടി രൂപയ്ക്ക് ധാരണയായിരുന്നു. ഇതിലുണ്ടാവുന്ന കാലതാമസമാണ് തേജസ് ലൈറ്റ് വിമാനങ്ങളെ മുഴുവൻ നിലത്തിറക്കി സുരക്ഷാ പരിശോധന നടത്താൻ കാരണമായിട്ടുള്ളത്. കഴിഞ്ഞ വർഷം സെപ്റ്റംബർ മാസത്തിൽ 97 വിമാനങ്ങൾക്ക് വേണ്ടി 62,370 കോടി രൂപയുടെ മറ്റൊരു പ്രതിരോധ കരാറും മന്ത്രാലയം ഒപ്പിട്ടിരുന്നു. ഈ തേജസ് വിമാനം, നമ്മൾ ഈ സംസാരിക്കുന്ന ഈ തേജസ് വിമാനം, അത് സർവീസിലാക്കി പ്രവേശിക്കുന്നത് 2016 ഇന്ത്യൻ എയർഫോഴ്സിലേക്ക് ചേർന്ന വിമാനമാണ് ഈ തേജസ് വിമാനം. ഇത് ഒരു സിംഗിൾ എഞ്ചിൻ ഡെൽറ്റ വിങ് മൾട്ടി റോൾ യുദ്ധവിമാനമാണ്. ഇതിന്റെ വേഗത മാക്ക് 1.6 ആണ്. അതായത് മാക്ക് 1.6 എന്ന് പറയുമ്പോൾ ശബ്ദത്തിന്റെ 1.6 മടങ്ങ് വേഗത്തിൽ സഞ്ചരിക്കാൻ ഈ തേജസ് യുദ്ധവിമാനത്തിന് സാധിക്കും. ഇതൊരു എയർ ടു എയർ, എയർ ടു ഗ്രൗണ്ട് മിസൈലുകൾ, അതേപോലെ ലേസർ ഗൈഡഡ് ബോംബുകൾ, മോഡേൺ ആവിയോണിക് സിസ്റ്റം ഒക്കെയും ഉണ്ട് നമ്മുടെ ഈ തേജസ് യുദ്ധവിമാനത്തിന്. അതേപോലെ തന്നെ തേജസ് MKയുടെ MK2, അത് മറ്റൊരു വിദേശ വിമാനത്തിനും നൽകാൻ കഴിയാത്ത ആനുകൂല്യങ്ങൾ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് നൽകുന്നുണ്ട്. ലൈക്ക് പോർ വിമാനത്തിൽ പരിപൂർണമായ നിയന്ത്രണം നമുക്ക് കിട്ടും. അതേപോലെ തന്നെ മോഡിഫിക്കേഷൻ വരുത്താൻ അനുമതിക്ക് വേണ്ടി കാത്തിരിക്കേണ്ടതില്ല. അതേപോലെ തന്നെ ഈ ആയുധ സംവിധാനങ്ങളെ ഈ പ്ലാറ്റ്ഫോമിൽ അനായാസം ഇണക്കി ചേർക്കാനും കഴിയുമെന്നുള്ളതൊക്കെ ഇതിന്റെ ഒരു വലിയ നേട്ടമായിട്ടാണ്. കാരണം ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ഇതൊക്കെ വലിയൊരു നേട്ടമായിട്ട് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിനൊപ്പം തന്നെ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച അസ്ത്ര MK2, അതേപോലെ MK3 ഇവ പോലുള്ള ദൃശ്യപരിധിക്ക് പുറത്തുള്ള ആയുധങ്ങൾ, അതേപോലെ ബ്രഹ്മോസ് NG തുടങ്ങിയ വിദേശികളുടെ അംഗീകാരമോ അധിക ചിലവുകളോ ഒന്നുമില്ലാതെ ഈ വിമാനത്തിൽ ഘടിപ്പിക്കാൻ സാധിക്കും എന്നുള്ളതൊക്കെയാണ് ഇതിന്റെ എടുത്തു പറയേണ്ട പ്രത്യേകത. അപ്പോൾ